പരിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്ത് യാസീനിലെ അവസാന ഭാഗങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു, ഇതൊരു കവിതയൊന്നുമല്ല. ഒരു കവിത കാണുന്ന ലാഘവത്തോടെയോ കേൾക്കുന്ന ലാഘവത്തോടെയോ കാണുകയോ കേൾക്കുകയോ ചെയ്യേണ്ടതല്ല. ഇത് വ്യക്തമായൊരു താക്കീതാണ്, സ്പഷ്ടമായ വേദമാണ്. അതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചത് അവിടുന്ന് കവിത പാടുന്ന ആളല്ല. അപ്പം നിസാരമായി കാണേണ്ട വചനങ്ങളൊന്നുമല്ല. അതിനുശേഷം വീണ്ടും അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു അവൻ്റെ കൈകൊണ്ട് തന്നെ പടച്ച കന്നുകാലികളും മറ്റു ജീവജാലങ്ങളും മനുഷ്യൻ അതിൻ്റെയൊക്കെ ഉടമസ്ഥരായി മാറി. നമ്മളെപ്പോലെ കണ്ണും കാതും ഹൃദയവും എല്ലാമുള്ള മറ്റു ജീവജാലങ്ങളെ ആവശ്യം പോലെ ഉപയോഗപ്പെടുത്തുകയും അതിനെ മാംസത്തിനായി, ഭക്ഷണത്തിനായി, രോമത്തിനായി, അതുപോലെ അതിൻ്റെ വാഹനത്തിനായി, അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾ മനുഷ്യൻ ലോകത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. പല ജീവികളെയും മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അവയുടെ എല്ലാം നിലനിൽപ്പ്. അവയെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ നിലനിൽപ്പിന് തന്നെ കാരണമാകുന്ന തരത്തിൽ പല ജീവജാലങ്ങളും ലോകത്തുണ്ട്. അവയിൽ നിന്ന് വെള്ളം കിട്ടാനുണ്ട്, ഉപകാരങ്ങൾ കിട്ടാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും നിങ്ങൾക്ക് ചിന്തിക്കാനാണ്. നിങ്ങളെപ്പോലെ എല്ലാമുള്ള ജീവജാലങ്ങൾ നിങ്ങളുടെ അടിമകളായി, നിങ്ങളുടെ കൈപ്പിടിയിൽ, നിങ്ങളുടെ ആധിപത്യത്തിന് കീഴിലായിരിക്കുന്നു. അല്ലാഹു ആകുന്ന ഇതെല്ലാം സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന രക്ഷിതാവിനെ പക്ഷേ പലപ്പോഴും ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. മനുഷ്യൻ അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ, ഇലാഹുകളെ അവർക്ക് അവരുടെ സഹായികളായി അവൻ കണ്ടെത്തുന്നു. അല്ലാഹു അല്ലാത്ത മറ്റുള്ള ഇലാഹുകളെ അവൻ തേടുന്നു, മറ്റുള്ള ഇലാഹുകളെ അവൻ സമീപിക്കുന്നു. പടച്ചവനല്ലാതെ ഭൂമിയിൽ വേറെ രക്ഷിതാവുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതെത്ര വലിയ അക്രമമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്നു, ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. എന്നാൽ അവർ ഈ ഇലാഹുകളായൊക്കെ കണ്ട അവർ ദൈവങ്ങളായി കണ്ട അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾ അവർക്കവരെ സഹായിക്കാൻ കഴിയില്ല. ഇതൊന്നും അറിയാതെ അവരുടെ പട്ടാളമായി തുടരുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞൊരു വാക്കുകൂടി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവരുടെ വാക്ക് അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നബിയേ, അവരുടെ വർത്തമാനം അങ്ങയെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അല്ലാഹു തആല എല്ലാ പരസ്യങ്ങളും രഹസ്യങ്ങളും എല്ലാം അറിയുന്നതാണ്. ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് പോലെ എടുത്താൽ ആരെങ്കിലുമൊക്കെ പറയുന്ന വർത്തമാനം കേട്ട് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് ദുനിയാവി ദുഃഖിക്കാനേ സമയമുണ്ടാവൂ. ഫലാ യഹ്സുൻക ഖൗലുഹും, ആ വാക്കുകളൊന്നും നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. എല്ലാം അറിയുന്ന ഒരുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അപ്പൊ ദുനിയാവിൽ നബിമാർ എന്ത് നന്മ ചെയ്തു കൊടുത്താലും ആളുകൾ ചിലപ്പോൾ എന്ത് പറഞ്ഞു കളയും? ചിലപ്പോൾ മോശമായ വർത്തമാനങ്ങൾ പറഞ്ഞു കളയും, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് വർത്തമാനങ്ങൾ പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്. അതുകൊണ്ട് അങ്ങനത്തെ വിഷമമൊന്നും ഹബീബായ തങ്ങളെ അങ്ങയുടെ ഹൃദയത്തിൽ വേണ്ട. അള്ളാഹു എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. ഈ ചിന്തയും നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. അള്ളാഹു എല്ലാം നമ്മെ അറിയുന്നവനാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു കൂടെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വീണ്ടും ഖുർആൻ നമ്മെ വിളിക്കുന്നു. അവസാന ഭാഗങ്ങൾ, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. മനുഷ്യൻ കാണുന്നില്ലേ? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ബീജഗണത്തിൽ നിന്നാണ്. ഒരു ബീജഗണത്തിൽ നിന്നാണ് അല്ലാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതവൻ കാണുന്നില്ലേ? എന്നിട്ടും ഫഇദാ ഹുവ ഖസീമും മുബീൻ, അവനോ അല്ലാഹുവിന് സ്പഷ്ടമായൊരു ശത്രുവായി മാറിയിരിക്കുന്നു. അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ലോകമൊക്കെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ഖാദിറായ റബ്ബ് ഇവനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് നിസാരമായ ഒരു ബീജഗണത്തിൽ നിന്നല്ലേ? ആ ബീജഗണത്തിൽ നിന്നുണ്ടായി വന്ന ഇവൻ അള്ളാഹുവിനെ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നു, ദീനിനെ നിഷേധിക്കുന്നു, നബിമാരെ നിഷേധിക്കുന്നു, വേദങ്ങളെ നിഷേധിക്കുന്നു, സത്യത്തെ നിഷേധിക്കുന്നു. എത്ര വലിയ ധിക്കാരി! ഇവനെ പടച്ചത് തന്നെ നിസ്സാരമായ
ഒരു ബീജഗണത്തിൽ നിന്നാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ പോലുമില്ലാത്ത അല്ലെങ്കിൽ പരാമർശിക്കപ്പെടാൻ പോലുമില്ലാത്ത ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. പിന്നല്ലേ നിങ്ങൾക്ക് വീടും കുടുംബവും ആളും പേരും മക്കളും പാരമ്പര്യവും ഒക്കെ ഉണ്ടായത്. എല്ലാവരുടെയും ആരംഭം എവിടെ നിന്നാണ്? അത് ലോകത്തെ ഏത് രാജാവാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ലോകത്തെ ഏത് അധികാരിയാണെങ്കിലും പടയ്ക്കപ്പെട്ടത് നിസാരമായ ബീജത്തുള്ളിയിൽ നിന്ന്. അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം നുത്ഫ എന്ന പ്രയോഗം, അലഖ എന്ന പ്രയോഗം ഖുർആനിലെ എംബ്രിയോളജി അതിൽ ആകൃഷ്ടനായ ആളാണ് മോറിസ് ബുഖായി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ഖുർആനിലെ എംബ്രിയോളജി, ലോകത്ത് ഭ്രൂണശാസ്ത്രം വിപുലമായി വന്നത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. സ്കാനിങ്, വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ അവസ്ഥകളെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ ലോകത്ത് വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഈ അടുത്ത കാലത്താണല്ലോ നമ്മുടെയൊക്കെ പലരുടെയും ഉമ്മമാര് വീടുകളിൽ പ്രസവിച്ചവരായിരിക്കും. ഈ മാസാമാസമുള്ള സ്കാനിങ് ഒക്കെ വന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഈ അടുത്ത കാലത്തല്ലേ. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ അനക്കവും ചലനവും അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത്. ആ സമയത്ത് തന്നെ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്തായിരുന്നു നീ എന്നും എവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്നും എവിടെയാണ് ചെന്നു ചേർന്നതെന്നും പിന്നെ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ നടന്നു എന്നുമൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. എംബ്രിയോളജി വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ടാണ്. കാരണം എന്താണ്? ഇത് പഠിച്ച ശാസ്ത്രജ്ഞർക്കറിയാം ലോകം ഈ ഒരു അറിവിലേക്ക് എത്തിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അങ്ങനെയാണ് മോറിസ് ബുക്കായിക്ക് ഇസ്ലാമിലേക്കുള്ള വെളിച്ചം കിട്ടുന്നത്. ഫ്രഞ്ചുകാരനായ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ ആകർഷിക്കുന്ന ഘടകം ഇതാണ്: മനുഷ്യന്റെ ഉദയം മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യന്റെ പിതാവിൽ നിന്നുള്ള യാത്ര മുതൽ ഉമ്മയുടെ ഉദരവും അവന്റെ ജനനവും അവന്റെ രൂപാന്തരവും ഒരു വേദം വളരെ കൃത്യമായി വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇതിനെങ്ങനെ സാധിക്കുന്നു? 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ പറയേണ്ട വർത്തമാനമൊന്നുമല്ല ഇത്. കാരണം അന്നത്തെ കാലത്ത് ഇതൊന്നും അറിയാനുള്ള ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാണ്, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണ്. ലോകത്തെ പലരെയും ഇസ്ലാമിലേക്ക് എത്തിച്ച ഒരു ഭാഗമാണ് ഇസ്ലാമിലെ എംബ്രിയോളജി എന്ന് പറയുന്ന ഖുർആനിന്റെ ഭ്രൂണശാസ്ത്രം എന്ന് പറയുന്നത്. എവിടെ മുതൽ? ആദ്യത്തെ വചനങ്ങൾ മുതൽ ഇതിന്റെ സൂചനകളുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അവിടെ മുതൽ ഇങ്ങോട്ട് എന്തുണ്ട്? മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ പരാമർശങ്ങൾ. ആദ്യം അവതരിച്ച വചനാണല്ലോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നമ്മളൊക്കെ പരിശുദ്ധ റമളാനിൽ ഖുർആൻ അവതരിച്ചതിന്റെ ആഘോഷമാണല്ലോ ആഘോഷിക്കുന്നത്. ആദ്യം അവതരിച്ച വചനം ഇഖ്റ ആണല്ലോ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതാ എംബ്രിയോളജിയിലേക്കുള്ള സൂചകങ്ങൾ ആരംഭിക്കുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ ആദ്യത്തെ വർത്താനത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ കലാം പറയുന്ന അവൻ പടയ്ക്കപ്പെട്ടത് അവനെ അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നിസാരമായ ഒരു ബീജഗണത്തിൽ നിന്നാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടോ ദുനിയാവിലെത്തിയപ്പോൾ അവൻ എല്ലാത്തിൻ്റെയും അള്ളാഹുവിന്റെ സ്പഷ്ടമായ വ്യക്തമായ ഒരു ശത്രുവായി മാറിയിരിക്കുന്നു. റബ്ബിനെതിരെ പ്രവർത്തിക്കുന്നതാണ് ഇപ്പൊ അവന്റെ ഹോബി. റബ്ബിന്, അതല്ലേ സൂഫിയാക്കൾ പറഞ്ഞ വർത്താനം, കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തള്ളിത്തള്ളി, ആകെ നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി, കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തള്ളിത്തള്ളി. അതായത് ഈ നിസ്സാരമായൊരു ബീജഗണം എടുത്തു നോക്കൂ. ഇതിന് കാലും കൈയും ഹൃദയവും തലയും ബ്രെയിനും കുടലും ഒക്കെ ഉണ്ടാകുമെന്നൊരാൾ ഇത് മുന്നിൽ വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? നമ്മുടെ ശരീരത്തെ എവിടെയെങ്കിലും പറ്റിയ ഒരു ബീജത്തുള്ളി കാണിച്ചിട്ട് ഒരാൾ പറയാണ്, കണ്ടില്ലേ ഇതിൽ നിന്ന് കാലും കൈയും മുടലും തലയും ബ്രെയിനും ഹൃദയവും കുടലും എല്ലാമുള്ള ഒരു ജീവി രൂപപ്പെട്ടു വരും. അവനിവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, പല കണ്ടുപിടുത്തങ്ങൾ നടത്തും, ദുനിയാവ് വിറപ്പിക്കും. നമ്മൾ പറയാം അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആരാണ് ഇതൊക്കെ സംവിധാനിച്ചു തന്നത്? അതാണ് പറഞ്ഞു വെച്ചത്, കാണുന്ന ഈ ഒരു തുള്ളി നീങ്ങുമോ തള്ളിത്തള്ളി. അതങ്ങനെ വളർന്ന് പന്തലിച്ച് സ്വന്തമായി ഉണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? ആകെ നീ നിന്നെ തള്ളി കാണാത്തതെന്താ കള്ളി. അതായത്
ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ സംഭവമാണെന്നാണ്. നമ്മളെ തന്നെ അങ്ങ് തള്ളിയാൽ കള്ളി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നിസ്സാരമായൊരു ബീജത്തുള്ളിയാണ്. ഖുർആൻ ആ നിസ്സാരതയിലേക്ക് വലിച്ചിടുകയാണ്. നിസ്സാരമായൊരു ബീജത്തുള്ളിയാണ്. സ്വാലിഹീങ്ങളുടെ പാട്ടാണ്. അതായത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരെ ചിന്തിച്ചുകൊണ്ട് പാടുന്ന, ഇപ്പോഴത്തെ കാലത്തെ പാട്ടല്ല, വിരുത്തങ്ങൾ എന്ന് പറയുന്നത് സൂഫിയാക്കൾ പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കാൻ വേണ്ടിയിട്ട് അവർ പാടിയ പാട്ടുകൾ. നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല, നിന്നെ കേൾക്കാത്ത കാത് കാതല്ല, നിന്നെ ചൊല്ലാത്ത ചൊല്ല് ചൊല്ലല്ല, നീയില്ലാത്ത നെഞ്ച് നെഞ്ചല്ല. ഇത് സ്ത്രീകളെ കുറിച്ച് പാടിയ പാട്ടല്ല, അള്ളാഹുവിനെ കുറിച്ച് പാടിയ പാട്ടാണ്. നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല. ഞാൻ നമ്മൾ സലാമും കോലും റബ്ബറൊക്കെ പറഞ്ഞില്ലേ, നിന്നെ കേൾക്കാത്ത കാത് കാതുമല്ല, നീ ഇല്ലാത്ത നെഞ്ച് നെഞ്ചുമല്ല, നീ ഇല്ലാത്ത ചൊല്ല് ചൊല്ലുമല്ല, നീ ഇല്ലാതെ ജീവിതം ഇല്ല, നീ ഇല്ലാതെ ഞാനോ ഞാനുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പാടിയ ഒരുപാട്, അറബിയിലും മലയാളത്തിലും പല 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 ഭാഷകളിൽ അവർ പാടിയ ഒരുപാട് വചനങ്ങളുണ്ട്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന നിസ്സാരമായ ഈ ജീവി അള്ളാഹുവിനെ എന്ത് ചെയ്യാണ്? ഈ ബീജഗണത്തിൽ നിന്ന് മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവി പിന്നീട് അവൻ്റെ ശത്രുവാവുകയാണ്. അവനെ ആരാണോ സൃഷ്ടിച്ചത് ആ റബ്ബിനെ അവൻ ശത്രുസ്ഥാനത്ത് കൊണ്ടുവരുന്നു. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിച്ചു കളയുന്നു, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരായി വരുന്നു, ഖൈറാത്തുകളുടെ വിരുദ്ധനായി മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അവനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. ചോദിക്കാണ്, മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ട് ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം ദ്രവിച്ചു പോയിട്ട് മനുഷ്യൻ മണ്ണായി ചേർന്നു പോയതിനു ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പടയ്ക്കാൻ കഴിയുന്നവനാണോ എന്നവൻ ചോദിക്കാണ്. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. അവനെ സൃഷ്ടിച്ചതൊക്കെ, ഈ നിസാരമായ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചതൊക്കെ മറന്നുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. എന്ത്? മരിച്ച് ദ്രവിച്ചു പോയി കഴിഞ്ഞാലും മണ്ണിൽ അലിഞ്ഞു പോയി കഴിഞ്ഞാലും പിന്നെ നിങ്ങളെ റബ്ബിന് സൃഷ്ടിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് അവൻ ചിന്തിക്കുന്നില്ല? ആദ്യം അവനെ സൃഷ്ടിച്ചത് ഇത്ര നിസാരതയിൽ നിന്നാണല്ലോ. എന്നിട്ട് അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അലിഞ്ഞുപോയി, മണ്ണിൽ ചേർന്നു പോയി, ഇനി തിരിച്ചു വരില്ല. ആളുകൾ അവനെ മറന്നുപോയി. അതായത് ഓരോ തലമുറ കഴിയുമ്പോൾ മറന്നു പോകുമല്ലോ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വാപ്പയുടെ പേരറിയാവുന്ന ആളുകളൊന്ന് കൈപൊക്കിയേ. വാപ്പയുടെ വാപ്പ, ഒരു വാപ്പയുടെ മേലെ അറിയാവോ? എത്ര പേരുണ്ടാവും? വളരെ കുറച്ചാളേ ഉണ്ടാവുള്ളൂ. ഇനി അവരെവിടെയാ കബറടക്കിയത് എന്നറിയോ? ഏത് ഭാഗത്താ? ഇവിടെ എവിടെയോ ആണ്. സ്വന്തം വാപ്പയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. വാപ്പയുടെ പേരാകുമ്പോൾ ഒരു 60%-70% ആളിനറിയാം. ഒരു വാപ്പയും കൂടെ കഴിഞ്ഞാൽ ഒരു 30% ആളിനറിയാം. ഒരു വാപ്പയും കൂടെ കഴിഞ്ഞാൽ പിന്നൊരു 20% ആളിനറിയാം. ഒരു 5ാം തലമുറയിലെ വാപ്പ എന്ന് വിചാരിക്കുക. ആ വാപ്പാനെ അറിയുന്ന ആരും ഉണ്ടാവില്ല. എവിടെ അടക്കിയതെന്നറിയില്ല, എവിടെയാണ് അവരുള്ളത് എന്നറിയില്ല. അതൊരു സൂചകം കൂടിയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ മോൻ്റെ മോന് നമ്മളെക്കുറിച്ചൊരു ബോധവും ഉണ്ടായിരിക്കില്ല. നമ്മൾ എവിടെ അടങ്ങിയെന്നോ എവിടെ ചേർന്നെന്നോ എവിടെ കൊണ്ട് അടക്കിയെന്നോ ഒന്നും നമ്മുടെ മകൻ്റെ മകന്, നമ്മുടെ മകൻ്റെ മകൾക്ക് അങ്ങോട്ട് പരമ്പര പോയാൽ, അതായത് നമ്മളൊക്കെ ഈ ദുനിയാവെന്ന് പോയിട്ടൊരു 10-100 കൊല്ലം കഴിയുന്നതോടുകൂടി ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ പോലും തീർന്നു. അത്രയും നിസ്സാരനാണ് മനുഷ്യൻ. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ആര് എവിടെ. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് എല്ലാം അധ്വാനിച്ച് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞത്. വാപ്പയുടെ വാപ്പ അങ്ങനെ അങ്ങോട്ട് പോയാൽ അറിയാത്തതുപോലെ നമ്മളും ഒക്കെ വിസ്മൃതിയിലായി. ആൾക്കും അറിയാത്ത അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടെന്നോ അയാൾ ഇവിടെ ഇന്നാലിന കാര്യങ്ങളൊക്കെ ചെയ്തെന്നോ ഒക്കെ മറന്നു പോകുന്ന തരത്തിലേക്ക് മനുഷ്യൻ്റെ ഒരു നിസ്സഹായതയാണ്. അതിലേക്ക് മനുഷ്യൻ പോകും. എല്ലുകളൊക്കെ ഇവര് ചോദിക്കുന്ന ചോദ്യം വേറൊന്നാണ്. എല്ലുകളൊക്കെ ദ്രവിച്ചു പോയാൽ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അല്ലാഹു സൃഷ്ടിച്ചതിനെയൊക്കെ മറന്നുകൊണ്ടാണ് അവന്റെ ചോദ്യം. ഈ നുരുമ്പിപ്പോയ ദ്രവിച്ചുപോയ എല്ലുകളിൽ നിന്ന് ആരാണ് ഇനി തിരിച്ച് ജീവനിട്ട് കൊണ്ടുവരിക എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ
വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അതിനുള്ള ഉത്തരാണ് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആരാണോ ഇവരെ ആദ്യം പടച്ചത്, ആരാണോ അവരെ ആദ്യം പടച്ചത്, ആ റബ്ബില്ലയോ, ആ റബ്ബ് തന്നെയാണ് അവർക്ക് ജീവൻ നൽകുന്നത്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ഒന്നാമത് ഇവരെ പടച്ച ആളില്ലേ, ഇവരാദ്യം പടച്ച ആള്, ആ റബ്ബ് തന്നെയാണ് ഇവർക്ക് ജീവൻ നൽകുന്നത് നബിയേ. ആ റബ്ബോ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ തരം സൃഷ്ടിപ്പിനെ കുറിച്ചും വ്യക്തമായ അറിവുള്ള റബ്ബാണ്. ആ പടച്ചവന് ആദ്യം പടച്ചത്, ആദ്യം പടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയും ഇല്ലാതെ പടയ്ക്കുക. ഒരു കാര്യം ഒരാൾ ചെയ്തത് കോപ്പി അടിച്ച് നമുക്ക് പലതും ചെയ്യാം, പക്ഷേ ഒരു മാതൃകയും ഇല്ലാതെ പടച്ചു വച്ചിരിക്കുന്ന റബ്ബ്. കോടാനകോടി മനുഷ്യരെ, യാസീൻ തുടങ്ങുമ്പോൾ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, മനുഷ്യന്റെ കൈവിരൽ തുമ്പുകളെ, കോടിക്കണക്കിന് മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ കൈവിരൽ തുമ്പുകളെ രൂപപ്പെടുത്തിയ റബ്ബ്, മുഖഭാവങ്ങളെ രൂപപ്പെടുത്തിയ റബ്ബ്, ശരീരഭാഗങ്ങളെ രൂപപ്പെടുത്തിയ റബ്ബ്. ഈ റബ്ബ് ആദ്യം പടച്ച റബ്ബില്ലേ, നിസാരതയിൽ നിന്ന് ഇവനെ ആദ്യം പടച്ച റബ്ബ്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. പറഞ്ഞു കൊടുക്കൂ നബിയെ, നീ ആദ്യം പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പ്രയാസവും ഇല്ല. അവൻ തന്നെ ജീവൻ നൽകും. അവനോ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാതരം സൃഷ്ടിപ്പിനെ കുറിച്ചും അവനറിയാം. എല്ലാത്തരം എങ്ങനെ സൃഷ്ടിക്കണമെന്നും എങ്ങനെ സംഹരിക്കണമെന്നും എങ്ങനെ സംവിധാനിക്കണമെന്നും നല്ല ബോധമുള്ള റബ്ബാണത്. അതുകൊണ്ട് അവരങ്ങനൊന്നും ചോദിക്കണ്ട. ഏത് മണ്ണിന്റെ, ഏത് കടലിന്റെ, ഏത് ആഴിയിലെത്തിയാലും തിരിച്ചു കൊണ്ടുവരാൻ അറിയുന്ന റബ്ബ് തന്നെയാണ് അവരെ ആദ്യം. ഇവരെയൊക്കെ ആദ്യം പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് ഇതൊക്കെ വ്യക്തമായിട്ടറിയാം. അപ്പൊ അല്ലാഹു തആല മാത്രമല്ല, ഈ ലോകത്ത് പലരും ഇലാഹുകളായി, ദൈവങ്ങളായി കാണുന്ന ആർക്കും മനുഷ്യന്റെ ഇത്തരം സൃഷ്ടിപ്പുകളിൽ എങ്ങും ഒരു പങ്കുമില്ല. ഈ കല്ലോ മുള്ളോ മുരടനോ മൂർക്കം പാമ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യൻ ആരാധിക്കുന്ന ഒരു വസ്തുവല്ല മനുഷ്യനെ പടച്ചത്. അവന്റെ ഉള്ളു മുതൽ അറിയുന്ന ഒരു റബ്ബ്, അവന്റെ എല്ലാ ചലന നിശ്ചലനങ്ങളെയും അറിയുന്ന ഒരു റബ്ബ്. ആ റബ്ബാണ് ഇവിടെ സൃഷ്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ള റബ്ബ്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക നബിയെ, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആദ്യം പടച്ച റബ്ബ് ഏതാണോ ആ റബ്ബ് ജീവിപ്പിച്ചു തരും, ആ റബ്ബ് ജീവിപ്പിക്കും. അവനോ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാത്തിനെ കുറിച്ചും എല്ലാതരം സൃഷ്ടിപ്പുകളെ കുറിച്ചും കൃത്യമായ ധാരണയുള്ള റബ്ബാണ്. അവനൊന്നും വേണമെന്ന് തന്നെയില്ല സൃഷ്ടിക്കാൻ, ഇന്നയാളെ സൃഷ്ടിക്കണം എന്നതിന്. പ്രത്യേകിച്ച് മനുഷ്യനാണ് പലതരത്തിലുള്ള റോ മെറ്റീരിയൽസ് ഒരു സാധനം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. അള്ളാഹുവിന് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ രക്ഷിതാവായ റബ്ബ്, ആ റബ്ബാണല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന ആ റബ്ബാണ് പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീയുണ്ടാക്കി തന്നവൻ. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. പച്ചമരത്തിൽ നിന്ന് തീയുണ്ടാക്കി തന്ന റബ്ബ്, ആ റബ്ബ് ആ തീയിൽ നിന്ന് നിങ്ങളതാ കത്തിച്ചെടുക്കുന്നു. ഈ ഉപമ ഇവിടെ പറയാനുള്ള കാരണം, പച്ചമരത്തിൽ നിന്ന് തീയുണ്ടാക്കുന്നു എന്ന് പറയാനുള്ള കാരണം, ഒരു കാലത്ത് അറബികൾ തീയുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് വൃക്ഷങ്ങൾ, അതവർക്ക് വ്യക്തമായിട്ടറിയാം. നമ്മുടെ ഇന്നത്തെ കാലത്തെ പോലെ തീപ്പെട്ടി കമ്പനി അല്ലെങ്കിൽ ലൈറ്റർ, ഈ സിസ്റ്റം ഒന്നും അന്നില്ലല്ലോ. അന്ന് മരങ്ങൾ ഉരസിക്കൊണ്ടവരെന്ത് ചെയ്തിരുന്നു? തീയുണ്ടാക്കിയിരുന്നു. അത് മുള പോലെയുള്ള, ഓട പോലെയുള്ള മരങ്ങൾ പരസ്പരം ഉരസിക്കൊണ്ടാണ്. രണ്ട് പച്ചമരങ്ങളാണ്, അതായത് വാട്ടർ കണ്ടന്റ് ഉള്ള രണ്ട് മരങ്ങളാണ് ഈ ഉരസുന്നത്. പക്ഷെ അതിൽ നിന്ന് എന്ത് വരും? തീ ഉണ്ടായി വരും. ആ തീയെക്കുറിച്ച് ആലോചിക്കാൻ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉപമയെ അല്ലാഹു തആല പറഞ്ഞു വെക്കുക. ഈ രണ്ട് മരങ്ങൾ ഉരസുമ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് തീ വരുന്നത്? പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാക്കി തന്നവൻ. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന്, തീ മനുഷ്യന്റെ ആവശ്യത്തിന് എപ്പോഴും അത്യാവശ്യമുള്ള സാധനമാണ്. നേരത്തെ നമ്മൾ ഉപ്പും വെള്ളവും പറഞ്ഞതുപോലെ തടയാൻ പാടില്ലാത്ത സാധനമാണ് തീ. അയലത്ത് വീട്ടുകാരൻ വന്നിട്ടൊരു തീ ചോദിച്ചാൽ കൊടുക്കണം. അപ്പൊ നമുക്കിപ്പോൾ അത് പറയുമ്പോൾ ഭയങ്കര ഇതൊക്കെ തോന്നും. ഗ്യാസിന്റെ വിലയൊക്കെ കൂടി അടുപ്പിൽ തീ പറ്റിക്കുന്ന കാലം വന്നാലേ വീണ്ടും അതൊക്കെ ഓർമ്മ വരുള്ളൂ.
അപ്പൊ തീ എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. മനുഷ്യന്റെ എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഹോട്ടലുകളും സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കണമെങ്കിൽ, വിഭവങ്ങൾ പാചകം ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കുക അതിനുവേണ്ടി മാത്രമാണ് തീ ഉണ്ടാക്കുന്നത് എന്നല്ല. ഇപ്പൊ നോക്കൂ, ഇപ്പൊ യുദ്ധം ഉണ്ടായ സമയത്ത് പലതരത്തിലുള്ള മെറ്റീരിയലുകളുടെയും വില കൂടിയിട്ടുണ്ട്. അപ്പൊ തീ കൊണ്ട് മനുഷ്യൻ ഭക്ഷണം മാത്രമല്ല ഉണ്ടാക്കുന്നത്. അതിന്റെ ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും തീയിലൊക്കെ ഹീറ്റ് ചെയ്ത് നമ്മൾ കമ്പികൾ വെൽഡ് ചെയ്ത് ഉപയോഗിക്കാൻ നമ്മൾ തീ ഉപയോഗിക്കുന്നു. തീ മനുഷ്യന്റെ ജീവിതത്തിൽ വെള്ളവും ഉപ്പും പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ തീ ഉണ്ടല്ലോ, ആ കാലത്ത് അറബികൾ ഉപയോഗിച്ചിരുന്ന തീ, അവരതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന മരങ്ങൾ, ചില മരങ്ങൾ ഇങ്ങനെ ഒരസി അതിൽ നിന്ന് തീ ഉണ്ടാകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യമാണത്. വാട്ടർ കണ്ടന്റ് ഉള്ള 2 മരങ്ങൾ ഉരസുന്നു. അപ്പൊ പച്ച മരത്തിൽ നിന്ന് വൈദ്യുത പ്രവാഹം, ആ വൈദ്യുത പ്രവാഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി തരുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ഉണ്ടാക്കി തന്ന തീയെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അത്ഭുതകരമായ ആ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചതിനെ കുറിച്ച് റബ്ബ് പറഞ്ഞു തരുകയാണ്. അതുപോലെ തീ കെട്ടുപോകുമ്പോൾ ആ തീ എങ്ങോട്ടാണ് പോകുന്നത്? തീയെക്കുറിച്ചാണെങ്കിൽ ഒരുപാടുണ്ട് ആലോചിക്കാനും പറയാനും. പരിശുദ്ധ ഖുർആന്റെ വ്യത്യസ്തങ്ങളായ പരാമർശങ്ങളുണ്ട്. അത് പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ അതിൽ മാത്രമായി പോകും. ഖുർആൻ പറഞ്ഞ തീയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. തീ കെട്ടുപോകുമ്പോൾ ഈ തീ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങോട്ടായിരിക്കും പോവുക? തീ നമ്മൾ കെടുത്തിക്കളഞ്ഞു, ഇതിനെങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് തീ. അതിനെ അന്നത്തെ കാലത്ത് അറബികൾ പതിവായി ഉപയോഗപ്പെടുത്തിയിരുന്ന 2 മരങ്ങൾ, പച്ചമരങ്ങൾ ഉരസിയാണ് അവർ ഇന്നത്തെ കാലം പോലെയല്ല തീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിലേക്ക് ചൂണ്ടിയിട്ടാണ് ഈ ആയത്തിന്റെ വിശദീകരണം വരുന്നത്. അല്ലാഹു തആല പറഞ്ഞു, അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും നിബിഡ വനങ്ങളിൽ തീ പിടിക്കാൻ കാരണമാകുന്നത് ചില മരങ്ങൾ തമ്മിൽ ഉരസുന്നതാണ്. ചില മരങ്ങൾ തമ്മിൽ ഉരസിയിട്ട് അതിൽ നിന്ന് തീപ്പൊരി പാറിയിട്ട് വനങ്ങൾ പലതും തീ പിടിച്ചു പോകുന്നത് നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അപ്പൊ ഈ പച്ചമരത്തിൽ നിന്ന് തീ പടർത്തി തന്നവൻ, തീ പിടിപ്പിച്ചു തന്നവൻ ആ റബ്ബ് അതിൽ നിന്ന് നിങ്ങൾ കത്തിച്ചെടുക്കുന്നു. നിങ്ങളുടെ അടുപ്പുകളിൽ ഭക്ഷണം വേവുന്നു. ഈ തീ കത്തുന്ന നേരത്തെല്ലാം നിങ്ങൾ സൃഷ്ടാവിനെ കുറിച്ച് ഓർക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാല് സൂറത്ത് യാസീൻ പറഞ്ഞപ്പോൾ എല്ലാ ഭാഗങ്ങളും, വെള്ളവും തീയും സൂര്യനും ചന്ദ്രനും ചെടികളും എല്ലാം കന്നുകാലികളും എല്ലാം അതിൽ വന്നു കഴിഞ്ഞു. എല്ലാം അല്ലാഹുവിനെ ഓർക്കാനുള്ളതാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പ്. മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര നിസാരമാണ്. ഈ മഹാപ്രപഞ്ചം അവന്റെ സൃഷ്ടിപ്പല്ലേ. സമാവാത്ത്, ആകാശങ്ങളും ഭൂമിയുമെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പല്ലേ. ഈ സൃഷ്ടിപ്പ് നടത്തിയ റബ്ബിനാണോ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രയാസമുള്ളത്? തട്ടുകളായി കിടക്കുന്ന ആകാശം നോക്കൂ. എവിടെയെങ്കിലും നിങ്ങൾക്കൊരു തൂണ് കാണാൻ കഴിയുന്നുണ്ടോ? വഇലസ്സമാഇ കൈഫ റുഫിഅത്, വഇലസ്സമാഇ കൈഫ റുഫിഅത്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതും. നോക്കൂ മേലേക്ക്, ആകാശം കാണുന്നില്ലേ? എവിടെയാണതിൻ്റെ തൂണുള്ളത്? തൂണുകളില്ലാതെ ആകാശം പടച്ചവൻ എന്ന ഉപമ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആകാശം ഇങ്ങനെ വിശാലമായി കിടക്കാണ്. അത് പടച്ച റബ്ബ്. ഈ ഭൂമി പടച്ച റബ്ബ്. ഭൂമി എത്ര അത്ഭുതമാണ്. ഈ ഭൂമി പടച്ച റബ്ബ്. അതുപോലെയുള്ളത് പലതും അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരെ പോലെയുള്ള, അതുപോലെ ഭൂമിയും ആകാശവും പോലോത്ത പലതും പടച്ച റബ്ബ്. അവന്റെ കഴിവെത്ര വലുതാണ്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. എല്ലാം സൃഷ്ടിക്കുന്ന റബ്ബാണവൻ. അവന് എല്ലാത്തിനെ കുറിച്ചും അറിയാം. എല്ലാത്തിനെ കുറിച്ചും ആ റബ്ബിനറിയാം. അതുകൊണ്ട് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ആരെയാണെന്ന് ഓർത്തു വേണം. റബ്ബിനെ വെല്ലുവിളിക്കണ്ട.
ആ റബ്ബിന്റെ സൃഷ്ടിപ്പാണ് ആകാശം, ആ റബ്ബിന്റെ സൃഷ്ടിപ്പാണ് ഭൂമി, ആ റബ്ബിന്റെ സൃഷ്ടിപ്പാണ് നിങ്ങളെപ്പോലെ അതിനെപ്പോലെയുള്ള പലതും. അതുകൊണ്ട് അറിഞ്ഞു വെല്ലുവിളിക്കണം. അള്ളാഹു പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോൾ നിങ്ങളത് നിസാരമാക്കണ്ട, തമാശയാക്കണ്ട. അള്ളാഹു പുനർജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് കളിയായി കാണണ്ട. ഇതൊക്കെ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം സൂര്യനുള്ള, ചന്ദ്രനുള്ള, ഗോളങ്ങൾ എത്രയോ ഉള്ള, മനുഷ്യൻ ഇപ്പോഴും എണ്ണിത്തീർക്കാൻ പറ്റാത്ത ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന റബ്ബെന്ന അധിപതി, മനുഷ്യൻ ഇപ്പോഴും എത്തിപ്പെടാൻ കഴിയാത്ത, കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, ആകാശത്ത് അവൻ കാണുന്ന നക്ഷത്രങ്ങൾ എത്രയുണ്ടെന്ന് പോലും മനുഷ്യൻ അറിയില്ല. അതെല്ലാം സംവിധാനിച്ച ഒരു റബ്ബില്ലേ? അത് പടച്ച റബ്ബിനാണോ നിങ്ങളൊന്ന് മരിച്ചാൽ പിന്നെ ഒന്നുയർത്തെഴുന്നേൽപ്പിക്കാൻ പ്രയാസമുണ്ടാവുക? ആളറിഞ്ഞു പറഞ്ഞോ, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അപ്പോ അല്ലാഹു ആകുന്ന സൃഷ്ടാവ് അതിനെയൊക്കെ ഉപമിച്ചിട്ട് പറയാണ്, ആ റബ്ബല്ലേ ഇതെല്ലാം പടച്ചു തന്നത്, ആ റബ്ബല്ലേ, ആ റബ്ബിന് ഇതൊന്നും ഒരു കാര്യമല്ല. നിങ്ങൾ അതുകൊണ്ട് മരിച്ചതിന് ശേഷം പിന്നെയും ജീവിപ്പിക്കുമോ, പിന്നെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്നൊന്നും തോന്നണ്ട. നിസ്സാരമായ തുള്ളിയിൽ നിന്ന് നിങ്ങളെ പടച്ചു തന്നു, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഏതുപോലെ നമ്മൾ പറയൂലേ, ഓരോരുത്തരുടെയും കഴിവ് വെച്ച് പറയൂലേ, ഈ ചെറിയ കാര്യം ചെയ്യാനാണോ അദ്ദേഹത്തിന് കഴിവ് വെച്ച് നോക്കിയാൽ ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. വലിയ വണ്ടി ഓടിക്കുന്ന ആൾ, ഭയങ്കര വണ്ടി ഓടിക്കുന്ന ആളോട് ചെറിയ വണ്ടി എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനേക്കാൾ വലിയ എത്രയോ സാധനം നമ്മൾ ഓടിക്കുന്ന ആൾ, ഇതിനേക്കാൾ വലുത് എത്രയോ നമ്മൾ കണ്ട, നമുക്ക് ഇതൊക്കെ നിസ്സാരാണ് എന്ന് പറയൂലേ. അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയും നിസ്സാരമാണ്. അള്ളാഹു ആകുന്ന റബ്ബിന്റെ കരുത്തും അള്ളാഹുവിന്റെ ശക്തിയും നമ്മൾ വിചാരിക്കുന്നൊന്നും അല്ലല്ലോ. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവനല്ലേ. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഇനി സൃഷ്ടിപ്പിന്റെ അടുത്തൊരു ഭാഗമാണ് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യമുണ്ടാകാൻ ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. മനുഷ്യൻ ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിലാണ് ഒരുപാട് സംഗതികൾ ആവശ്യമായി വരുന്നത്. മനുഷ്യന് ഒരു സാധനം ഉണ്ടാക്കാൻ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം പ്ലൈവുഡ് ഉണ്ടാക്കുന്ന ആളുകൾ, അതുണ്ടാക്കണമെങ്കിൽ പലതരത്തിലുള്ള റോ മെറ്റീരിയൽ വേണം. പല സ്ഥലങ്ങളിൽ നിന്ന് തടി വരാനുണ്ട്, പശ വരാനുണ്ട്, മില്ലിൽ കയറ്റാനുണ്ട്. അതിൻ്റെ പ്രോസസ്സ് വളരെ കൂടുതലാണ്. എത്ര സമയം വേണം ഒരു പ്ലൈവുഡ് പലകയായി ഇറങ്ങി വരാൻ? അതിൻ്റെ തിക്നെസ് പോലെ ഇരിക്കും. അപ്പോൾ ഒരുപാട് പ്രോസസ്സില്ലേ. കൊണ്ടുവന്ന സാധനം ഇങ്ങനെ ചെയ്ത് പല ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഈ സംഭവം എന്ത് ചെയ്യുക, നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമ്മുടെ മുന്നിൽ വരിക. എല്ലാം പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇവിടെ അധികം ആളുകൾ ചെയ്യുന്ന അങ്ങനെ ആയതുകൊണ്ട് അതാണല്ലോ. അള്ളാഹു എല്ലാത്തിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ അതൊരു വലിയ ഉദാഹരണമാണ്. മനുഷ്യൻ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ എന്ത് വേണം? പലതും വേണം. മനുഷ്യൻ പലതും കൂട്ടിവെച്ചാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്കൊന്നും ചേർത്തിട്ട് ചിന്തിക്കേണ്ട. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയൊന്നും അല്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അപ്പോൾ അതുണ്ടായി വരും. അതിന് പിന്നെ വേറെ സാധനങ്ങൾ അവിടെ നിന്നും ഇവിടുന്നും ഒക്കെ ചേർത്ത് വെച്ച് കെട്ടി റെഡിയാക്കി ദിവസങ്ങൾ കാത്തിരുന്ന് അതങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മണിക്കൂറുകൾ അതിനു വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അപ്പോഴേക്കതുണ്ടായി വരും. ഉണ്ടാകൂ എന്ന് റബ്ബ് പറഞ്ഞാൽ, ചില സൂഫിയാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ കുൻ ഫയകൂൻ എന്ന പ്രയോഗമാണ്. അതിനെ വിശദീകരിച്ച സൂഫിയാക്കൾ പറഞ്ഞു, അള്ളാഹു കുൻ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയിലൂടെയാണല്ലോ നമ്മളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അളമത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അള്ളാഹു ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കില്ലായിരിക്കും. അള്ളാഹു പറഞ്ഞിട്ടാണല്ലോ നമ്മളൊക്കെ ഉണ്ടായത്. അതൊരു വലിയ പ്രതീക്ഷയാണല്ലോ. അള്ളാഹുവിൻ്റെ വാക്കൊരു വലിയ പ്രതീക്ഷയാണല്ലോ. ചിലപ്പോൾ അള്ളാഹു തആല നമ്മെ ശിക്ഷിക്കില്ലായിരിക്കും. അതൊരു മറ്റൊരു ഭാഗം. കുൻ ഫയകൂൻ,
ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി വരും. അല്ലാതെ അതിനുവേണ്ടി മാസങ്ങളോ ദിവസങ്ങളോ കാത്തിരിക്കേണ്ട ഒരാവശ്യം പടച്ച റബ്ബിന് ഇല്ല. അപ്പൊ അള്ളാഹു നമ്മെ സൃഷ്ടിച്ച ആ ഒരു വഴി, അള്ളാഹു ആകുന്ന രക്ഷിതാവിന്റെ കരുത്തും അള്ളാഹു ആകുന്ന സൃഷ്ടാവിന്റെ അധികാരവും എല്ലാം പറഞ്ഞു. അള്ളാഹുവിനൊരു കാര്യം സൃഷ്ടിക്കാൻ ഈ പറഞ്ഞതുപോലെ ദിവസങ്ങൾ മാസങ്ങൾ എല്ലാവരെയും കൂടി ഇനി എപ്പോഴാണ് അള്ളാഹു തിരിച്ച് സൃഷ്ടിക്കാന്ന് ആരും ചിന്തിക്കേണ്ട. ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കുൻ ഫയകൂൻ, ഒരൊറ്റ ആജ്ഞ കൊണ്ട് അള്ളാഹു തആലയ്ക്ക് കഴിയും. പല ഖബർസ്ഥാനുകളിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിലേക്ക് ചെല്ലുന്നൊരു ദിവസം അത് വരാൻ ആരും വിചാരിക്കണ്ട ഇനി ആദം നബി അലൈഹി സ്വലാം മുതൽ പേരിട്ട് നമ്പറിട്ട് ഓരോന്നിനെ ജീവിപ്പിച്ചു അങ്ങനൊന്നും വേണ്ട. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഫസുബ്ഹാനല്ലദീ, അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, അവന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളുടെയും ആധിപത്യമുള്ളത്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്, അല്ലാഹുവിലേക്കാണ്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോൾ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഈ അധികാരം മുഴുവനും അവന്റെ കയ്യിലാണ്. അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. യാസീൻ, യാ ഇൻസാൻ, ഓ മനുഷ്യ, അവസാനം വഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്കാണ് മടങ്ങാനുള്ളത്. മനുഷ്യനെ അള്ളാഹു അഭിസംബോധന ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങിയ വചനങ്ങൾ 83 വചനങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അതിലെല്ലാം കറങ്ങിത്തിരിഞ്ഞാണ്. അതിൽ വിശ്വാസമുണ്ട്, ആശയമുണ്ട്, ആദർശമുണ്ട്, പാരമ്പര്യമുണ്ട്, ശാസ്ത്രമുണ്ട്, മനുഷ്യന്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന വർത്തമാനങ്ങളുണ്ട്. ഖുർആനിലെ തുല്യതയില്ലാത്ത അധ്യായങ്ങളിൽ ഒന്നാണ് സൂറത്തു യാസീൻ. അല്ലാഹു അതിന്റെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. വഇലൈഹി തുർജഊൻ, ആധിപത്യമെല്ലാം കയ്യിലുള്ള റബ്ബിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോവുക. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം, ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്ന ഒരു ദിവസം, എല്ലാത്തിനോടും യാത്ര പറഞ്ഞ് റബ്ബിലേക്ക് തിരിച്ചെത്തുന്ന ദിവസം, നമ്മുടെ മരണത്തിൻ്റെ ദിവസം നമ്മുടെ എല്ലാവരുടെയും കൽബിലെപ്പോഴും ഉണ്ടാവണം. നമ്മുടെ എല്ലാവരുടെയും കൽബിലെപ്പോഴും ഉണ്ടാകണം. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. സയ്യിദുനാ ആദം അലൈഹിസ്സലാം മുതൽ എത്ര ആളുകൾ കഴിഞ്ഞൂടെ, എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയില്ലേ, എത്രയോ ആളുകളും ജനങ്ങളും കഴിഞ്ഞു പോയില്ലേ, എത്ര ആളുകൾ കഴിഞ്ഞൂടെ, എത്ര അധികാരികൾ കഴിഞ്ഞു. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, ശരീരവും പുഴു തിന്നതത്ഭുതമല്ലേ. രാജാക്കന്മാരായി ജീവിച്ചവരായിരുന്നല്ലോ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, ശരീരവും പുഴു തിന്നതത്ഭുതമല്ലേ. ഇതൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വർത്തമാനമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങും എന്ന ചിന്ത ഒരു ദിവസം നമുക്കങ്ങനെ വരും, നമ്മുടെ മുൻഗാമികൾ മടങ്ങിയതുപോലെ. അതുകൊണ്ട് എപ്പോഴും ആലോചിച്ചു ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. മുൻഗാമികൾക്ക് ഭവനമാണിന്നുള്ളത്, അതിലേക്കു തന്നാ നമ്മളും ചെല്ലുന്നത്. വഇലൈഹി തുർജഊൻ. മുൻഗാമികൾ എങ്ങോട്ട് മടങ്ങിയോ അങ്ങോട്ടാണ്. പാപ്പ വല്യുപ്പമാര് കാരണവന്മാര് പോയില്ലേ, അതുപോലെ ഒരു പോക്ക് പോകാനുണ്ട്. അള്ളാഹു അന്നത്തെ ദിവസം നമുക്ക് നന്നാക്കി തെരുമാറാകട്ടെ. ആ ഒരു ചിന്ത
മരണ വീട്ടിൽ നിന്ന് ഓതുമ്പോൾ അവസാനം എന്താണ്? ഇത് മാത്രമല്ല, വൈലേഹി തുർജഊൻ, നമ്മളും മടങ്ങുമെന്നൊരു ചിന്ത നമ്മുടെ കൽബിൽ വരും. അപ്പൊ ഈ ആശയങ്ങളെല്ലാം യാസീൻ ഓതുമ്പോൾ നമ്മുടെ കൽബിലേക്ക് ഇങ്ങനെ വന്നാൽ നമ്മുടെ കൽബിൽ അള്ളാഹുവിന്റെ അധികാരവും കരുത്തും അവൻ സംവിധാനിച്ചു തന്ന കാലികളും സ്വർഗവും നരകവും കപ്പലുകളും ഖിയാമവും മടങ്ങുന്ന ദിവസവും അള്ളാഹു തആലയ്ക്ക് വേണ്ടി മഹാന്മാരായ നബിമാർ വന്നതും മഹാനരായ ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രവും ഇതെല്ലാം നമ്മുടെ കൽബിൽ ഇങ്ങനെ വന്നാൽ യാസീൻ ഓതുന്ന സമയത്ത് നമുക്ക് നല്ല ആത്മസുഖം അനുഭവിക്കാൻ പറ്റും. ഓരോ വാക്കുകളും ആയത്തുകളും ഓതുമ്പോൾ ഇങ്ങനെ ചരിത്രങ്ങൾ നമ്മുടെ കൽബിലൂടെ മാറി 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 മറിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും അർത്ഥമറിഞ്ഞ് ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് എല്ലാം അള്ളാഹു കബൂലാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ റമളാനിൽ 83 വചനങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണം. റഹ്മാനെ, നിന്റെ പരിശുദ്ധമായ യാസീനിൽ നിന്ന് ഞങ്ങൾ പഠിച്ച ഈ ഭാഗങ്ങളൊക്കെ ഞങ്ങളുടെ കൽബിൽ നീ നിലനിർത്തണം. റഹ്മാനെ, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസു യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിർ യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാറു യാ സത്താ യാ വഹാബ് യാ ദൽ ജലാലി വൽ ഇക്റാം. പടച്ചവനെ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. റമളാനിന്റെ ആരംഭം മുതൽ ഞങ്ങൾ തുടങ്ങിയ സൂറത്ത് യാസീൻ, അല്ലാഹ് പരിശുദ്ധ റമളാൻ 28 റബ്ബേ നിന്റെ പള്ളിയിൽ നിന്നെ സാക്ഷിയാക്കി ഞങ്ങളിതാ പൂർത്തീകരിക്കുന്നു. റഹ്മാനെ, അല്ലാഹുവേ, ഈ ഓരോ ആയത്തുകളുടെയും ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഓരോ ഹർഫുകൾക്കനുസരിച്ചും ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് പൊറുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇത് ഇന്റർനെറ്റിലും മറ്റും കേൾക്കുന്നവരുണ്ട്, അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. പലരും രോഗികളാണ്, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ രോഗികളുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം അനുഗ്രഹീതമായി നീ പൂർത്തീകരിച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങൾ തൊടുന്നതെല്ലാം ബറക്കത്തുള്ളതാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് കടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. യാസീനൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഓതിപ്പടിച്ച കാലത്ത് ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, വസ്ത്രമലക്കി തന്നവർ, അള്ളാഹുവെ ദീനിയായി പഠിക്കാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ തന്നവർ, അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ സേവനം ചെയ്ത മഹല്ലത്തുകളിലെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹകരണങ്ങൾ ചെയ്തു തന്നവർ, അള്ളാഹുവെ ഇവിടെയും ധാരാളം ആളുകൾ പരിശുദ്ധ റമളാൻ തുടങ്ങി ഇന്നുവരെയും വസ്ത്രമലക്കി തന്നവർ, ക്ലാസുകൾക്കുള്ള സംവിധാനം ചെയ്തവർ, അത് കേൾക്കാൻ വേണ്ടി ഇരുന്നവർ, തറാവീഹുകൾക്ക് വരുന്നവർ, പള്ളിയിൽ വന്നവർ, അള്ളാഹുവെ സ്വതക്കകൾ നൽകിയവർ, ഹദിയകൾ നൽകിയവർ, ആരെല്ലാം ഞങ്ങൾക്ക് കടമപ്പെട്ടവരുണ്ടോ, സൂറത്ത് യാസീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. നരകമോചിതരിൽ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തണേ അല്ലാഹ്. നരകമോചിതരിൽ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ച സഹകരിച്ച ഒരാളെയും നരകത്തിലാക്കി കളയല്ല റബ്ബേ. റബ്ബേ, അവരുടെ പാപങ്ങൾ പുറത്തു നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നെ മുൻനിർത്തി പറയാനുണ്ട്. യാസീൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഈ പകലിൽ ഞങ്ങൾക്ക് നീ അതിനൊക്കെ പരിഹാരം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കളുണ്ട്, അവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടുന്ന ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, സൂറത്ത് യാസീൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓതിത്തന്ന എൻ്റെ വല്യുപ്പ ഖബറിലാണ്. അള്ളാഹുവെ, അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും അവരൊക്കെ ഓതുന്നത് കേട്ടാണ് ചെറുപ്പത്തിൽ ഇത് പഠിച്ചത്. റബ്ബേ, അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ആദ്യാക്ഷരങ്ങൾ പകർന്നു തന്നവർ, റബ്ബേ, ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ,
ഞങ്ങളുടെ വഴതോ ഞങ്ങളുടെ ക്ലാസ്സോ ഞങ്ങളുടെ വിശദീകരണങ്ങളോ ഒന്നും ഞങ്ങളുടെ ഇൽമല്ല, അമലല്ല, തഖ്വയല്ല, ഞങ്ങളുടെ ഉസ്താദുമാരുടെ ബറക്കത്താണ്, മാതാപിതാക്കളുടെ പൊരുത്തമാണ്. അല്ലാഹുവേ, അവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും സ്വർഗവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാം ദുനിയാവിൽ നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ റബ്ബേ, ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ വലുതായ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരെയും നാളെ ഇതുപോലെ ദീന് പറഞ്ഞു കൊടുക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. നിന്റെ ഖുർആനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കെല്ലാം നീ അനുഗ്രഹം വർദ്ധിപ്പിച്ചു നൽകണേ അല്ലാഹ്. നിന്നിലേക്ക് വരുന്നൊരു ദിവസം വഇലൈഹി തുർജഊൻ, അന്ന് ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്. നിന്നെ മുറുകെ പിടിച്ച് കലിമ ചൊല്ലി മരിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. നിന്റെ മുസ്തഫായ നബി തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ അങ്ങേയറ്റം തരണേ അല്ലാഹ്. ഒരുപാട് തവണ ഞങ്ങളെ ഹറമുകളിൽ എത്തിക്കണേ അല്ലാഹ്, മദീനയിലെത്തിക്കണേ അല്ലാഹ്. റബ്ബേ, നരകമോചനത്തിൻ്റെ ഈ പകലിൽ ഞങ്ങളെ ആരെയും നീ നരകത്തിലാക്കല്ല റബ്ബേ. ഒരാളെയും നരകത്തിലിടല്ല അല്ലാഹ്, ഒരാളെയും നരകത്തിലിടല്ല അല്ലാഹ്. നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ഒരുപാട് റമളാനുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആ റമളാനുകളിൽ ഇതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ എല്ലാവിധ ഖൈറാത്തുകളും ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. ഇത്രയും ദിവസം ഈ ക്ലാസ്സുകൾക്ക് വന്ന ആളുകളുണ്ട്, അതുപോലെ ഇത് സൗകര്യപ്പെടുത്തിയവർ, ചിട്ടപ്പെടുത്തിയ ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും അനുഗ്രഹം ചെയ്യണേ അല്ലാഹ്. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, നീ അനുഗ്രഹം ചെയ്യണേ അല്ലാഹ്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരും പരിപാലക സമിതി അംഗങ്ങളും അതുപോലെ അല്ലാഹുവേ ചെറുപ്പക്കാർ, കൂട്ടുകാർ, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈറു ബറക്കാത്തുകൾ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ നോട്ടവും കാവലും നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, ഇൽമിൻ്റെ പേരിൽ ഒത്തുകൂടിയതാണ് ഞങ്ങളെല്ലാം. ഞങ്ങളുടെ ഈ ബന്ധം സ്വർഗം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങൾ യാസീനോദി പറഞ്ഞ സ്വർഗം ഞങ്ങളെല്ലാം റബ്ബേ ആ സ്വർഗത്തിലെത്തിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം അത് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد